ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിവ്യൂ ആണ് രായൻ. ഇവന്റെ റിവ്യൂ ഇവൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. യെസ്, കൂടെ ഞാനിവിടെ സൈഡിലിരുന്നിട്ടുണ്ടായിരുന്നു. ഇനി നീ കാഴ്ചക്കാരനായിട്ട് സൈഡിലിരിക്കും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രായൻ സിനിമ കണ്ടു. നീ വളരെ നല്ല ഒരു വ്യക്തിയാണ്, നീ ഒരു മാന്യനാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. അതായത് സിനിമ കണ്ടപ്പോൾ ഇവൻ വളരെ നല്ല മാന്യനായിട്ടുള്ള വ്യക്തിയാണ്. അല്ലെങ്കിൽ അങ്ങനെ റിവ്യൂ കൊടുക്കൂല. എനിക്ക് ഒരിക്കലും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സിനിമ. ഒരു ആവറേജിന് മുകളിൽ എന്ന് പറയാൻ തോന്നിയിട്ടില്ല. സ്ട്രിക്ട്ലി ആവറേജ്. ഈ സിനിമയിൽ എനിക്ക് ധനുഷിൻ്റെ സംവിധാനവും അഭിനയവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ആളുടെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വില്ലൻ. ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞതായിരുന്നു. ഇതിൽ വില്ലൻ ഒരൊറ്റ വില്ലനുള്ളൂ, അത് സ്ക്രിപ്റ്റാണ്. വേറെ ഇതിൽ ആരാ വില്ലൻ? എസ്.ജെ. സൂര്യ ഒരു ശക്തനായ വില്ലനാണോ? ഒരു ശക്തനായ വില്ലനെ നമ്മൾ ഇങ്ങനെ തപ്പി നടക്കുകയാണ്, കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട്. പിന്നെ മാത്രമല്ല, ഈ വില്ലത്തിലുണ്ടല്ലോ ഈ ഒരു ടൈപ്പ് സാധനം തിരിച്ചുവിടുക, ആ സാധനം ഭയങ്കര വെറുപ്പിക്കലാണ്. അത് കൺവിൻസിങ് ആണെങ്കിൽ ഓക്കെയാണ്, പക്ഷേ അത് കൺവിൻസിങ് അല്ല. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാളിദാസ് ജയറാം ചെയ്ത സംഭവമല്ലേ, അതെന്തിനാണെന്നുള്ളത്. സന്ദീപ് കിഷൻ ഓക്കെ, മറ്റേത് എന്തിനാന്നുള്ളത് നോ ഐഡിയ. വളരെ പെട്ടെന്നായിരുന്നു. എന്താണ് അത് ശരിക്കും കൺവിൻസ് ചെയ്യണമല്ലോ. അതെ, അതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് സിനിമ. ഈ കൺവിൻസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ കണക്ഷൻ തരിക എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ ആയി കളയുന്നുണ്ട്. അല്ല, ചില സിനിമകളുണ്ട് നമുക്ക് നല്ല വലിയ വമ്പൻ സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട, ക്ലീഷേ സംഭവം തന്നെ മതി, പക്ഷെ മേക്കിംഗ് കൊണ്ട് ഓടുന്ന വണ്ടികളുണ്ട്. പക്ഷേ കണക്ഷൻ ഇല്ലാതെ വയറും ഇതും ഒക്കെ വിട്ടുകിടക്കുന്ന, അത് ബോഡി ഉണ്ട് എഞ്ചിനും ഉണ്ട്, പക്ഷെ കണക്ഷന് തമ്മിലൊക്കെ വിട്ടുകിടക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഓടൂല. ആ ഓടാത്തൊരു വണ്ടി തന്നെയാണ് ശരിക്കും എനിക്ക് രായൻ. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഒരു കിടിലനൊരു ഐറ്റം കിട്ടിയാണ്. സത്യം അല്ലേ? അതിനുള്ള കാര്യത്തിലൊന്നും. ബാക്കി ഡയറക്ഷന്റെ കാര്യത്തിലൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ, ഞെട്ടിച്ച് കളഞ്ഞ ഡയറക്ഷൻ സൂപ്പറാണ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സ്റ്റാഫില് എനിക്കിത് വേറെ ലെവലിലേക്ക് പോകുമെന്നാണ് തോന്നിയത്. പക്ഷെ പിന്നെ വേറെ ഏതോ വഴിയിലേക്കാണ് സഞ്ചരിച്ചത് സെക്കൻഡ് ഹാഫ്. അതാണ് ഇതിന്റെ പ്രശ്നം കേട്ടോ. സെക്കൻഡ് ഹാഫാണ് മെയിൻ പ്രശ്നം. അതൊരു സത്യമാണ്. പിന്നെ എനിക്ക് ഇതിലെ നായകൻ നമ്മുടെ ധനുഷാണല്ലോ. എന്നാൽ നായകനായിട്ട് ധനുഷനെ പറയാൻ തോന്നുന്നില്ല. നായകൻ ഇതിൽ ഒരേ ഒരു നായകനേ ഉള്ളൂ, അത് A.R. റഹ്മാനാണ്. ഒറ്റ നായകൻ. ആളുടെ വേറെ ലെവലിലുള്ള പരിപാടിയാണ്. ആക്ഷൻ സിനിമകളിൽ ഈ അടുത്ത് നല്ല ഐറ്റം ഇതിലാണ് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നു. പൊളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. പിന്നെ സോങ്സും സൂപ്പറാണ്. അതെ, ആ ഇന്റർവെൽ ബ്ലോക്കിന്റെ സമയത്ത് ഒരു BGM കേറും, ഒരു സാധനം. അതിന്റെ ഒരു വൈബിലാണ് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് പോവാൻ നിൽക്കുക. അല്ലേ, A.R. റഹ്മാന്റെ പണി ശരിക്കും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ ശരിക്കും മനസ്സിലാവണമെങ്കിൽ അതിന് വേണമെങ്കിൽ തിയേറ്ററിൽ പോവാം. തീർച്ചയായിട്ടും അതിനുള്ള സാധനം. പക്ഷെ എനിക്ക് പെർഫോമൻസ് ഒക്കെ എല്ലാവരും സൂപ്പറായിട്ട് തോന്നിയിട്ടുണ്ട്. S.J. സൂര്യ, ധനുഷ്, കാളിദാസ് ജയറാം അത്യാവശ്യം നല്ല സ്പേസ് കിട്ടിട്ടോ. ഒരു മലയാളി എന്ന രീതിയിൽ നമുക്ക് അഭിമാനിക്കാം. പിന്നെ അപർണ ബാലമുരളിക്കും അത്യാവശ്യം നല്ല മോശമില്ലാത്ത സ്പേസ് ഉണ്ട്. എന്തായാലും പെർഫോമൻസ് കൊണ്ട് സെറ്റാണ്, പിന്നെ മേക്കിംഗ് കൊണ്ടും സെറ്റാണ്. പക്ഷേ ഈ വണ്ടി ഓടാത്ത വണ്ടിയാണ്. ഫൈറ്റൊക്കെ വേറെ ലെവലാട്ടോ. അതായത് പീറ്റർ ഹെയ്നിൻ്റെ പീക്ക് പരിപാടി കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരുപാട് അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവം തന്നെയാണ്, വീണ്ടും പറയാണ്. ഈ ഒരുപാട് പറക്കല് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു വെപ്പൺ ഉപയോഗിച്ച് മാത്രം, അത് തന്നെ ഭയങ്കര രസമാണ്. അതാണ് രസം. ഇപ്പോൾ കില്ല് സിനിമ നമുക്ക് എക്സ്ട്രീം ലെവൽ സാറ്റിസ്ഫാക്ഷനാണ് തരുന്നത്. അതിൽ വയലൻസ് ഒക്കെ നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ഇന്നസ് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്രക്കൊന്നും ഇല്ല അതുകൊട്ടെ, പക്ഷെ എങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു വികാരം കിട്ടുന്നില്ല. കാരണം എന്താ, ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. അതൊരു ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമുക്ക് അതേപോലെ തന്നെയാണ് ഇപ്പം പറഞ്ഞപ്പം അതിൻ്റെ കൂടെ പറഞ്ഞല്ല, പക്ഷെ ഇന്ന് ആക്ടിങ്ങിന്റെ കാര്യത്തിലല്ല കേട്ടോ ഞാൻ പറഞ്ഞ. വില്ലനിസം എന്ന് പറഞ്ഞ സാധനത്തിൽ ഒരു ശക്തമായിട്ടുള്ളൊരു വില്ലനെ നമുക്ക് കിട്ടൂല. അതൊരു ഭയങ്കര ഒരു പോരായ്മ തന്നെയാണ് അതിനകത്ത്. സ്ക്രിപ്റ്റിന്റെ ബലമില്ലായ്മ എന്ന് തന്നെ ഇതിനെ പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറൊന്നുമല്ല. അതെ, വില്ലൻ ഒറ്റന്നുള്ളൂ, അത് സ്ക്രിപ്റ്റാണ്. തീർച്ചയായിട്ടും. കാരണം ഈ സിനിമയുടെ വില്ലൻ സ്ക്രിപ്റ്റാണ്. അങ്ങനെ ഫീൽ ചെയ്തത്. എന്തായാലും കുറച്ചൊക്കെ പണിയെടുക്കാമായിരുന്നു. നല്ല ക്ലീഷ് ആയിട്ടുള്ള സ്റ്റോറി,
കണ്ടുമെടുത്ത വെറുപ്പിക്കുന്ന ക്രിഞ്ച് പരിപാടിയായിട്ടുള്ള കുറേ ഐറ്റംസ് ഇതൊക്കെ വെച്ചിട്ടാണ് സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ പോരായ്മ. ഇതിന് എടുത്തു പറയാനുള്ള ഒരു സംഭവമാണ് ഇപ്പൊ കില്ലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ക്ലീഷ സ്റ്റോറി തന്നെയാണ്, നമ്മൾ കണ്ടുമടുത്തിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. പക്ഷേ അത് എടുത്തിരിക്കുന്ന ഒരു സ്റ്റൈലും ഒക്കെ പുതിയ രീതിയിലാണല്ലോ. അപ്പൊ അതേപോലെ സാധനം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളി ആയേനെ. ഫുൾ പക്ക ഡാർക്ക് മോഡിലാണ് പരിപാടി. അത് പകല് പോലും കുറച്ച് ഇരുട്ടുണ്ട്, ചെറിയൊരു ഷെയ്ഡിങ്. അതെ, ആ പരിപാടിയൊക്കെ രസമായിട്ടുണ്ട്. പക്ഷെ ഇതിലെ ഈ സ്ക്രിപ്റ്റ് കൊണ്ട് ഒരു ലിഫ്റ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതില്ല. ഇനിയിപ്പോൾ മേക്കിംഗ് കൊണ്ടാണെങ്കിൽ അങ്ങനെയുള്ളൊരു സ്റ്റോറി ആയിരിക്കണം, അതുമല്ല. അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നത് കുറച്ച് ഓവർ റേറ്റഡ് ആണോ എന്ന്. കാരണം കുറച്ച് ആൾക്കാരൊക്കെ അഭിപ്രായം കേൾക്കുമ്പോൾ എൻ്റെ അമ്മോ ഈ സിനിമനെ കുറിച്ച് എന്നാണ് തോന്നുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ധനുഷ് ഹേറ്റേഴ്സ് അല്ല കേട്ടോ. അതൊരു സത്യം. ക്യാപ്റ്റൻ മില്ലറിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നമ്മളതിനെക്കുറിച്ച് പറഞ്ഞതുണ്ട്. ധനുഷിന്റെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ ഫസ്റ്റ് തന്നെ അതിന് ടിക്കറ്റ് എടുത്തത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സിനിമ. ആ രീതിയിൽ വെച്ച് നോക്കും, അതായത് മേക്കിംഗ് കൊണ്ടാണെങ്കിലും സോങ് കൊണ്ടാണെങ്കിലും ആക്ഷൻ കൊണ്ടാണെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ കഥ വേറെ ലെവലിലാക്കിയിട്ടുണ്ട്. ഏത് മേഖലയിലും അത് മോശം. സിനിമറ്റോഗ്രാഫി, എഡിറ്റിങ്, ഫൈറ്റ്, പിന്നെ അതിന്റെ മ്യൂസിക് എൻ്റെ അമ്മോ റഹ്മാൻ പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇനി അഭിനയമാണെങ്കിൽ അങ്ങനെ സൂപ്പറാ. മേക്കിംഗ് ഒക്കെ വേറെ ലെവലാണ്. പിന്നെ ആർട്ടൊക്കെ ഫുള്ള് സെറ്റിട്ടാണ്. പക്ഷെ അത് കണ്ടാ പറയോ എന്താ അടിപൊളിയായിട്ട് ചെയ്തത്. ഇനി വേറൊരു കാര്യം ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കും. ഇന്നലെ നീ ചോദിച്ച ഡൗട്ടാണ്, വരലക്ഷ്മി മേക്ക് ഓവറിൽ വന്നായിരിക്കും. അത് അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്ക് വരലക്ഷ്മി മോശമായിട്ടൊന്നും തോന്നിയില്ല. മോശം എന്നല്ല ഞാൻ പറഞ്ഞത്, വരലക്ഷ്മി ആയിട്ട് തോന്നിയോ? സംഭവത്രേ ഉള്ളൂ. പെൺകുട്ടികളെ എനിക്ക് എവിടെ നിന്നും മനസ്സിലാവും ആരാണ് വരലക്ഷ്മി ആണെന്ന് അപ്പൊ തന്നെ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് അല്ല. അപ്പൊ പിന്നെ അത് എന്റെ അടുത്ത് വന്ന പോരായ്മയാണ്. അപ്പൊ പിന്നെ അതിനകത്ത് വേറെ ഒന്നും പറയാൻ പറ്റൂല. അല്ല, ഇവര് മോണോക്രോം പരിപാടി ഇല്ലേ, അതില് ഇവര് ഇതിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ പുറത്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ വരലക്ഷ്മി നമുക്ക് കാണിച്ചു തന്നു. വരലക്ഷ്മി ഉണ്ടെന്ന് അറിയായിരുന്നു, പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ കണ്ടപ്പം അത് വരലക്ഷ്മിയാണെന്ന് മനസ്സിലായില്ല എന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഇത് നിന്റെ റിവ്യൂല് അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ അതാണ്. അതായത് നിനക്ക് ഇഷ്ടപ്പെടാത്തത് അതുകൊണ്ടാണെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും അല്ല. അതായത് വരലക്ഷ്മിനെ നമുക്കറിയാം വരലക്ഷ്മി അതിനകത്ത് ഉണ്ടെന്ന്, സിനിമയിലുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ അത് വരലക്ഷ്മിയാണെന്നല്ലേ, ആ ക്യാരക്ടറിനെ കണ്ടപ്പോൾ അത് വരലക്ഷ്മിയാണെന്ന് മനസ്സിലാവുന്നില്ല. അത് പറഞ്ഞു. അതിനുശേഷം അടുത്ത പോയിന്റാണ് ഇവൻ പറഞ്ഞത്, എന്ത് ഇഷ്ടപ്പെടാത്തതിന് കാരണം അത് ആ ക്യാരക്ടർ കണക്ട് ആയിട്ടില്ല എന്നുള്ളതാണ് ഇവൻ പറഞ്ഞത്. അത്രത്തോളം ഇല്ലല്ലോ. അതെ, ചെറിയ സീനുകളോ. സാധാരണ വരലക്ഷ്മിനെ കൊണ്ടിരുന്ന ക്യാരക്ടർ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒന്നും അല്ലാത്തതുകൊണ്ടുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത്. പക്ഷെ മനസ്സിലായില്ല എന്ന് പറഞ്ഞത് മറ്റൊരു പോയിന്റ് ആയിരുന്നു. മനസ്സിലായില്ല എന്ന് പറഞ്ഞ സത്യമായിട്ട് മനസ്സിലായില്ല. റിവ്യൂല് വന്നപ്പോ മനസ്സിലാവാത്തത് കൊണ്ട്, അതായത് ആളെ മനസ്സിലാവാത്തത് കൊണ്ട് ആളുടെ ക്യാരക്ടർ മോശമായി എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല കേട്ടോ. എന്തായാലും സംഭവം എനിക്കൊരു അവറേജിനടുത്ത്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു പരിപാടിയാണ് ഇതിലുള്ളത് മൊത്തം ഏതാണ്ട്. അതായത് ഇതിൻ്റെ സ്ക്രിപ്റ്റിലുള്ള പരിപാടി. ഈ സിനിമകളിൽ നിന്ന് കണ്ടിട്ട് നമുക്കിങ്ങനെ ഓരോ സീനുകൾ ഇങ്ങനെ ഇതിവിടെ വെക്കാം എന്നിട്ട് സ്ക്രിപ്റ്റ് എടുക്കൂലേ, ആ രീതിയിലാണ് ഈ സ്ക്രിപ്റ്റ് ഒരുക്കിയിട്ടുള്ളത്.